ആരാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്? ലിമിറ്റ് ആണോ മാർക്കറ്റ് ഓർഡേഴ്സ് ആണോ? അത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഡയറക്ഷൻ എടുക്കുന്നത്. പെട്ടെന്ന് ഇതുപോലെ സെലക്ട് ചെയ്യാൻ പറ്റും. നിഫ്റ്റി ആണ് ഇപ്പൊ കോൾ പുട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ITM, ATM അത് തന്നെ കിടപ്പുണ്ട്. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നത്. എത്ര ഓർഡേഴ്സ് മാർക്കറ്റിൽ ട്രിഗർ ആയിട്ടുണ്ടെന്നുള്ള മാർക്കറ്റ് ഓർഡേഴ്സ് ഇതല്ലാണ്ടുള്ള ലിമിറ്റ് ഓർഡേഴ്സ് ഉണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതില് ആരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു കുറെ സെൽ ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതനുസരിച്ചിട്ട് മാർക്കറ്റ് അതനുസരിച്ചിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡയറക്ഷൻ നോക്കുന്നത്. ദെൻ എൻട്രിലോട്ട് വരുമ്പോഴത്തേക്കും വീണ്ടും മാർക്കറ്റിൽ ഒരു ട്രാപ്പ് നടക്കുന്നുണ്ടോ? അത് ബേസ് ചെയ്തിട്ടാണ് എൻട്രി കൺഫേം ചെയ്യുന്നത്. നമ്മൾ ഇനി കാണേണ്ട സാധനം ഇതോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെയോ ഇതുപോലൊരു സാധനം കിട്ടുവാണെങ്കിൽ നമ്മൾ അവിടെ ഒരു ട്രാപ്പ് കാണുകയാണെങ്കിൽ നമ്മൾ അവിടെ എടുക്കും എൻട്രി. അപ്പൊ നെക്സ്റ്റ് ബഡ്ജറ്റ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറെ ഇവന്റ്സ് നടക്കും. അപ്പൊ ഇതിലെല്ലാം മാർക്കറ്റിന്റെ ക്യാരക്ടേഴ്സിൽ ചേഞ്ചസ് വരും. മറ്റുള്ളവരൊക്കെ ട്രേഡിംഗ് നിർത്തി കോഴ്സ് സെല്ലിംഗ് ആണ്, നിങ്ങൾ തിരിച്ചാണ്. അത് നല്ലൊരു ബിസിനസ് ആണ്. ബട്ട് അത് ചെയ്യാൻ നിന്നാൽ നമുക്ക് ഫണ്ട് മാനേജ്മെന്റ് അങ്ങനെയുള്ള പ്രോഗ്രാംസ് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ട്രേഡ്സ് ആരെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ട്രേഡ് ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ. അത് കഴിഞ്ഞു. നിഫ്റ്റിയിൽ അത്യാവശ്യം നല്ല ഓർഡേഴ്സ് ഉണ്ടായിരുന്നു രാവിലെ തൊട്ട്. എല്ലാ ഓർഡേഴ്സും ആണ്. ഇവിടെയൊക്കെ നല്ല ഓർഡർ വന്നു. എന്നിട്ട് ഒരു പുതിയ ലോ ഉണ്ടാക്കിയില്ല. അതുകൊണ്ടാണ് ഞാൻ നോക്കാത്തത്. ഇതിൽ ഏതെങ്കിലും ഒരു ഏരിയ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നല്ല ട്രേഡ്സ് കിട്ടാൻ ഞാൻ ഈ ഒരു ഏരിയ നോക്കുന്നത്. ഇതിൽ അത്യാവശ്യം നല്ല ഓർഡേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു പുതിയൊരു ലോയോ അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് ഒരു കോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഇന്നലെ ഒരു അപ്ഡേറ്റ്. അപ്പം അതൊന്ന് ഫില്ല് ചെയ്യാം. നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഇഷ്യൂ ഒന്ന് നോട്ട് ചെയ്യാനായിട്ട്. അതുപോലെ ഇതിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറഞ്ഞു ഫിൽ ചെയ്യും. വേറെ ആരെങ്കിലും ട്രേഡ്സ് എന്തെങ്കിലും പ്ലാൻ ചെയ്യും? ഞാൻ ഈ ഒരു ഏരിയ കഴിഞ്ഞാലേ എടുക്കാൻ ചാൻസ് ഉള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു ഡേ ലോ എങ്കിലും ഉണ്ടാക്കണം. സെൽ ഓർഡേഴ്സ് ഒക്കെ ഉണ്ട് ഈ ഏരിയയിൽ, ഈ ഒരു ഏരിയയിൽ. എന്നിട്ടും അത് പുതിയ ഡേ ലോ ഉണ്ടാക്കിയില്ല. അതാണ് ഒരു ഡൗട്ട്. ഫോളോയിങ് ചെയ്യുമ്പോൾ ഓർഡേഴ്സ് ഇതിൽ കാണാൻ പറ്റും. ഇത് ഗോ ചാർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം ആണ്. മറ്റേത് നമുക്ക് ക്യാൻഡിൽസ് മാത്രമല്ലേ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് കുറച്ചുകൂടി ഓർഡേഴ്സ് അവിടെ കാണാൻ പറ്റും. ഇന്ന് മോർണിംഗ് തൊട്ടേ നല്ല രീതിക്ക് ഓർഡേഴ്സ് ഉണ്ട്. മീൻസ് മോർണിംഗിൽ ഭയങ്കരമായിട്ട് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഏരിയയിലൊക്കെ. നല്ല ഓർഡേഴ്സ്. ബാങ്ക് നിഫ്റ്റിയിൽ കാര്യമായിട്ട് കണ്ടില്ല. വീഡിയോ ആയിട്ട് ലൈവായിട്ട് ഇതെങ്ങനെയാണ് ഷെയർ ചെയ്യാമോ? നിങ്ങളുടെ വ്യൂ ആൻഡ് കമന്റ് അതിന്റെ ഐഡിയ എന്തൊക്കെയാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ബ്രോ ഇത് എന്താ പറയാ, ഇപ്പം ഗോ ചാർട്ടിങ്ങിൽ നമ്മൾ ഓർഡേഴ്സ് ബയേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്ന ആ കാര്യങ്ങൾ നോക്കും. അതനുസരിച്ചിട്ട് പ്രൈസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടോ, അവിടെ ഉള്ള പ്രൈസ് ആക്ഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഡയറക്ഷന് വേണ്ടി നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇന്ന് ഇവിടെ അത്യാവശ്യം നല്ല സെൽ ഓർഡേഴ്സ് ഞാൻ ഈ പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഈ ഓർഡറിൽ പ്രൈസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. കാര്യം ഞാൻ ഇവിടെ ഒരു സെല്ലോ കാര്യങ്ങളോ ഒന്നും ഇത്രയും വലിയ ഓർഡർ വന്നിട്ട് പോലും പുതിയൊരു ഡേയ്സ് ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇതിന്റെ ലോയിലോട്ട് പ്രൈസ് വന്നിട്ടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ ഈ കാണുന്ന എല്ലാം മാർക്കറ്റ് ഓർഡേഴ്സ് ആണ്. നമുക്ക് ലിമിറ്റ് ഓർഡേഴ്സ് കാണാനുള്ള ഡേറ്റ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അപ്പം ഇവിടെ വേറെ ഓർഡേഴ്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ പോകുന്നത്? നെക്സ്റ്റ് ഈ ഒരു ഏരിയയിൽ വീണ്ടും പ്രൈസ് വന്നു. ഇവിടെയും ഈ ഏരിയ ആ ഓർഡർ ഉള്ള പ്രൈസ് പോയിന്റിൽ എങ്ങനെയാണ് വീണ്ടും പ്രൈസ് റിയാക്ട് ചെയ്യുന്നത് ഞാൻ നോക്കുന്ന കാര്യങ്ങൾ. അപ്പം ഞാനിത് ബ്രേക്ക് ആവണം എന്ന് പറഞ്ഞതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ, ഒന്നി ഇത്ര ഓർഡേഴ്സ് വന്നിട്ട് ഡേ ലോ ഉണ്ടാക്കിയാൽ മാത്രമേ ഇവിടെ ലിമിറ്റ് ഓർഡേഴ്സ് അല്ല റീറ്റെയിൽ ഓർഡേഴ്സ് കൺഫർമേഷൻ കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഇത് ട്രാപ്പായി, ഇത് ട്രാപ്പാണെന്ന് മനസ്സിലാവണമെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് പുതിയ ഹൈസ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ബൈ നോക്കും. ലോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അടുത്ത സെല് ചെയ്യാൻ നോക്കും. ഇതാണ് ഇന്നത്തെ പ്ലാൻ. പക്ഷെ നാളെ ഈ സെയിം ഓർഡേഴ്സ് ഇങ്ങനെ അല്ലല്ലോ വരുന്നത്. അപ്പൊ ഓരോ ദിവസവും നമ്മൾ ഇരുന്ന് നോക്കണം എങ്ങനെയാണ് മാർക്കറ്റ് ഇത് ചെയ്യുന്നത്, എത്ര ഓർഡേഴ്സ് ആണ് വരുന്നത്. അതാണ് ഞാൻ നോക്കുന്നത്. സൗണ്ട് ഉണ്ടല്ലോ. വീക്കെൻഡ് എന്തെങ്കിലും വെബിനാറോ അങ്ങനെ എന്തെങ്കിലും വെക്കാൻ പറ്റുമോ? കുറച്ചുകൂടി ഐഡിയ. പി ആണോ സി ആണോ അത് നമ്മൾ
ഡയറക്ഷൻ ഫൈനലൈസ് ആയിട്ടില്ല ബ്രോ. എനിക്ക് അത് ആവണമെങ്കിൽ ഇത് ബ്രേക്ക് ആവണം. ഇത്രയും പേരായിട്ട് അതിലൊരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. 60% അപ്പാണ് ഞാൻ നോക്കുന്നത്. ഇനി കൺഫേം ആയിട്ടില്ല. എങ്കിൽ ഈ ഒരു ഏരിയ പ്രോപ്പർ ആയിട്ട് ബ്രേക്ക് ആവണം. ഒന്ന് ഇത് മോർണിംഗിൽ ഇത്ര ഓർഡേഴ്സ് പല ഏരിയകളിലായിട്ട് ഇത് പ്രിന്റ് ആയിട്ട് ആ ഒരു ഏരിയ ബ്രേക്ക് ആവണം. പ്ലസ് കറന്റ്ലി എന്റെ ഒരു വ്യൂ ബൈ തന്നെ ആവാനാണ് ഞാൻ ഉണ്ടാക്കുന്ന സ്ട്രാറ്റജി ബേസ് എന്താണ് ഡയറക്ഷൻ അറ്റ്ലീസ്റ്റ് ഒരു ഐഡിയ കിട്ടണ്ടേ. എന്നിട്ടല്ലേ എനിക്ക് മാറിപ്പോയി. പെട്ടെന്ന് അങ്ങനെ വായിച്ചത് റിപ്ലൈ പിന്നെ ഉണ്ട്. OA പുട്ടാണ് കൂടുതൽ. OA ചാർട്ട് കൂടുതലും വർക്ക് ആവുന്ന എക്സ്പയറി ഡേ ഇല്ല. എന്നാണ് ഇപ്പം ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണെങ്കിൽ ആ ദിവസങ്ങളിൽ OA ചാർട്ട് കുറച്ച് വർക്ക് ആവുന്ന പോലെ തോന്നുന്നുണ്ട്. ഞാൻ അത് മാത്രം അതായത് അത്ര കാര്യമായിട്ട് നോക്കാറില്ല. എക്സ്പയറിഡ് അത് ഞാൻ വീണ്ടും നോക്കും. അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ അത് നോക്കിയിട്ടല്ല ചെയ്യുന്നത്. അത് മാറിക്കൊണ്ടിരിക്കൂലേ. ആര് ഫണ്ടഡ് അക്കൗണ്ട് കൂപ്പൺ കൂടാ അല്ലേ അതാണോ അതോ ഇതിനെന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ എന്നാണോ? ഇല്ല. ചിലപ്പം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ ആരെങ്കിലും അപ്ഡേറ്റ് ചെയ്തേക്കും. ഒരു എൻട്രി എടുത്ത് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ എൻട്രി എടുത്ത് ടാർഗറ്റ് വെച്ചതെന്നൊക്കെ പറഞ്ഞാൽ യൂസ്ഫുൾ ആവുമായിരുന്നു. ട്രേഡ് എക്സിറ്റ് ആയാൽ ബ്രോന് റിലാക്സ് ആയി പറയാൻ പറ്റും. ലൈവ് മാർക്ക് ആയിട്ടാണ് നമുക്ക് യൂസ്ഫുൾ ആവും. എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കുക. ഞാൻ പൊതുവേ പ്ലാൻ ട്രേഡ് നമ്മുടെ പ്ലാൻ കൺഫേം ആകുമ്പോൾ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഞാൻ വേണമെങ്കിൽ അത് ട്രേഡ് കഴിഞ്ഞിട്ട് റീസൺ ഞാൻ ഒന്നുകൂടി പറയാം. ഒരു കാര്യം ചെയ്തു തീരെ നമ്മൾ ലൈവ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ അന്നത്തെ ഡേയിൽ എന്താ സംഭവിച്ചതെന്നൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഓക്കെ, അത് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് ക്രിയേറ്റ് ഓക്കെ. എനിക്ക് ഇത് ബ്രേക്ക് ആവുന്നതാണ് ബ്രോ. എനിക്ക് ഇപ്പൊ പ്ലാൻ കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. ബട്ട് ഇതൊരു ലോ ക്രിയേറ്റ് ഒരു പുതിയൊരു സ്ട്രക്ചർ വല്ലതും ക്രിയേറ്റ് ചെയ്ത് അടുത്തൊരു ട്രാപ്പും കൂടെ എടുക്കുള്ളൂ ഞാൻ. അതുവരെ പ്ലാനില്ല. കാര്യം ഇത് ബ്രേക്ക് ആവും എന്തായാലും. ബട്ട് അത് ബ്രേക്ക് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പോലെ ആക്ട് ചെയ്യും. നമുക്ക് വലിയ സെല്ലേഴ്സിനെ ട്രാപ്പ് ആക്കിയിട്ട് പോകാം. അതായത് ഇപ്പൊ ഈ സെല്ലേഴ്സ് ഉണ്ട്, ആയോ ഇല്ലെന്നാണ് ഞാൻ ആദ്യം നോക്കും. അതനുസരിച്ചിട്ട് നമുക്ക് പറയാം. കാര്യം ഇത് എപ്പോഴും എക്സിക്യൂട്ട് ആയ ഓർഡേഴ്സ് ആണ്. വേറെ ലിമിറ്റ് ഓർഡേഴ്സ് ഇതിലുണ്ട്. ഞാൻ മെയിനായിട്ട് ആ ഒരു രീതിയിലാട്ടോ നോക്കുന്നത്. ആരാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, ലിമിറ്റ് ആണോ മാർക്കറ്റ് ഓർഡേഴ്സ് ആണോ, അത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഡയറക്ഷൻ എടുക്കുന്നത്. ഫ്യൂച്ചറിന്റെ ചാർട്ടാണ് അനലൈസ് ചെയ്യുന്നത്. എന്നിട്ട് എൻട്രി എടുക്കുന്നത് ഏത് ഓപ്ഷനിലാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. സോ അതുകൂടി തോന്നും. അത് ബ്രോ വേറെ ഏത് ബ്രോക്കറിലുണ്ടെന്നുണ്ട്. ഇപ്പൊ ഏഞ്ചൽ നല്ലതായിരിക്കും. അതായത് ഇപ്പൊ കറന്റ്ലി പെട്ടെന്ന് എനിക്ക് എടുക്കുമ്പോഴത്തേക്കും വാച്ച് ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ കോളാണോ പുട്ടാണോ സെലക്ട് ചെയ്താൽ ITM ATM അതിൽ തന്നെ കാണിക്കും ഏതാണോ ഉള്ളത്. അപ്പൊ ജസ്റ്റ് എനിക്ക് ഡയറക്റ്റ് അതിലോട്ട് ഒരു ക്ലിക്ക് ചെയ്താൽ മതി. ATM ആണോ ITM ആണോ എന്നുള്ളത് ഒറ്റ ഡയറക്റ്റ് എനിക്ക് ആ സ്ട്രൈക്ക് പ്രൈസിന്റെ ചാർട്ടിലോട്ടാണ് പിന്നെ പോകുന്നത്. ഞാൻ അതിന്റെ ഒരു സ്ക്രീൻ ഈ ചാറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ? ഇതിലിപ്പം എനിക്ക് പെട്ടെന്ന് ഇതുപോലെ സെലക്ട് ചെയ്യാൻ പറ്റും. നിഫ്റ്റി ആണ് ഇപ്പൊ കോൾ പുട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ITM ATM അത് തന്നെ കിടപ്പുണ്ട്. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ടൈമിൽ ഞാനിവിടെ കണ്ടോ ചാറ്റ് ബോക്സ് ഒന്ന് നോക്കിയാൽ മതി. ഇത് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ കോൾ പുട്ട് എടുക്കുക, അതിൽ ITM ATM കിടപ്പുണ്ട്. ജസ്റ്റ് അതിലോട്ട് ഡയറക്റ്റ് ഞാൻ അങ്ങനെയാണ് പെട്ടെന്ന് എടുക്കുന്നത്. ഞാൻ കുറെ നാളായിട്ട് ഇതിൽ യൂസ് കാണും. അപ്പം വേറെ ബ്രോക്കേഴ്സിൽ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പയസ യൂസ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ഇത് ഏഞ്ചൽ ഇതിൽ ഇട്ടിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഏഞ്ചൽ ഓൺ അക്കൗണ്ട് എടുക്കാം. ബ്രോക്കർ റെക്കമെൻഡേഷൻ അല്ല ഉള്ളത്. കംഫർട്ടബിൾ ആണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്തോ. ഞാൻ ആ ടൈം ആകുമ്പോൾ പറയാം. ഇതാ ചെയ്യുന്നത്. എക്സ്പയറി ടൈമില് ITM എടുത്തോ. ഞാൻ നോർമലി എടുക്കുന്ന എക്സ്പയറി ടൈമില് DK എങ്ങനെ ഉണ്ട് അത് ഞാൻ ചില സമയത്ത് നോക്കും. അല്ലെ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. ഇപ്പൊ ഒരു 50-50 ആയിട്ട് രണ്ടിലും മേടിക്കാം. സ്ക്രീൻ ഷെയർ അല്ലേ. അതായത് ഇപ്പം ഒരു 20 ലോട്ട് മേടിക്കുകയാണെന്ന് ITM-ലായിട്ട് മേടിക്കാം. എക്സ്പയർഡ് ആണ്. ഇടയ്ക്ക് പോവാണ്. ഓക്കെ. സ്ക്രീൻ എന്താണെന്ന് അറിയില്ല, ഇടയ്ക്ക് കട്ട് ആവുന്നുണ്ട്. ഇൻ കേസ് പോവാണെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ ഇപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടേക്കാണ്. ഉണ്ടോ? വോയിസ് എന്തെങ്കിലും ഇല്ല. അല്ല ഇപ്പൊ ഞാൻ ഇത് ക്വാളിറ്റി മാറ്റിട്ടോ സ്ക്രീൻ കാണുന്നില്ലേ? ഇതിപ്പോ ഞാൻ നമുക്ക് ഇല്ല, നമ്മള് രാവിലെ എടുത്തോ. അത് പ്ലാൻ കൺഫേം ആയില്ല, ജസ്റ്റ് നോക്കുന്നേ ഉള്ളൂ. എന്നാലും ഒരു 60% അപ്സൈഡ് ആണ് വ്യൂ. അതായത് നെക്സ്റ്റ് മാർക്കറ്റിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയ
നമുക്കൊരു ബൈ എടുക്കാം. പ്ലാൻ കൺഫേം ആയില്ല കേട്ടോ. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവട്ടെ. വ്യൂ ബൈ എമൗണ്ട് തന്നെ ആയിരിക്കും. ഡേ ലോ ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞ പ്ലാൻ ഒന്ന് ഹോൾഡ് ചെയ്യണം. എൻട്രി പോസിബിൾ ആണ്. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത ബൈ അല്ലായിരുന്നോ, മീൻസ് വ്യൂ ബൈ അല്ലായിരുന്നു. അതൊന്ന് ഹോൾഡ് ചെയ്യുക. കാര്യം ഇവിടെ വീണ്ടും കുറച്ച് സെല്ലേഴ്സ് വീണ്ടും വന്നിട്ടുണ്ട്, ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇതനുസരിച്ചിട്ട് എങ്ങനെ റിയാക്ട് ആവും എന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി ഇങ്ങനെ ഒരു ഓർഡർ ഇവിടെ സെല്ല് നോക്കായിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാര്യം ബയ്യേഴ്സും സെല്ലേഴ്സും ഒക്കെ മോർണിംഗിൽ ഒരുപോലെ ഉണ്ടായിരുന്നു. പിന്നെ സെല്ലേഴ്സ് ആണ് ആരോ സ്പീക്ക് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കൈതട്ടി കൊടുത്തതാണോ അതോ ശരിക്കും നിങ്ങൾക്ക് സംസാരിക്കുന്നുണ്ട്? NMDC ഒരു ഇൻട്രാഡേ സെൽ സ്റ്റോക്സ് അങ്ങനെ നോക്കുന്നില്ല ബ്രോ. അതില് വരുന്ന ഓർഡേഴ്സ് കുറച്ച് ഡിഫറെന്റ് ആണ്. ഇതുപോലെ നോക്കാൻ പാടായിരിക്കും. കുറച്ച് സ്വിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഫോൾ ആവാൻ ചാൻസ് നോക്കാം നമുക്ക് കൺഫേം ആയിട്ട് പറയാനായി. അതായത് ഇപ്പൊ ഡേ ലോ ക്രിയേറ്റ് ചെയ്ത് ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്നൊന്നും നമ്മൾ എന്തായാലും റിവേഴ്സൽ പിടിക്കാൻ നോക്കില്ല. നമുക്ക് ഇനിയും കൺഫർമേഷൻസ് കാണാം. ഈ ഒരു ഏരിയ ബ്രേക്ക് ആവുന്ന അറിയാമല്ലോ. നമുക്ക് നോക്കാം. ഇവിടെ കുറച്ചധികം സെല്ലേഴ്സ് കയറിയിട്ടുണ്ട് ഈ ഏരിയയിൽ. എന്നിട്ട് പ്രൈസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കിയിട്ട് പ്ലാൻ ചെയ്യാം. സ്പോട്ട് ചാർട്ടിൽ ഡേ ലോ ഇല്ല, ഡിഫറൻസ് ഉണ്ട്. ഞാനത് അനലൈസ് ഇതിലുണ്ടോ, ഇതിൽ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ചസ് വരും. ഞാൻ അതുകൊണ്ടാണ് അതിൽ അനലൈസ് ചെയ്യാത്തത്. പോയി ഓർഡർ അല്ലെങ്കിൽ സെറ്റപ്പ് ഒന്ന് പറഞ്ഞു അതായത് ഇതിലിപ്പോ നമ്മൾ നോക്കുക എത്ര ഓർഡേഴ്സ് മാർക്കറ്റിൽ ട്രിഗർ ആയിട്ടുണ്ടെന്നുള്ള മാർക്കറ്റ് ഓർഡേഴ്സ്, ഇതല്ലാണ്ടുള്ള ലിമിറ്റ് ഓർഡേഴ്സ് ഉണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതില് ആരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു കുറെ സെൽ ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതനുസരിച്ചിട്ട് മാർക്കറ്റ് അതനുസരിച്ചിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡയറക്ഷൻ നോക്കുന്നത്. ദെൻ എൻട്രിയിലോട്ട് വരുമ്പോഴത്തേക്കും വീണ്ടും മാർക്കറ്റിൽ ഒരു ട്രാപ്പ് നടക്കുന്നുണ്ടോ, അത് ബേസ് ചെയ്തിട്ടാണ് എൻട്രി കൺഫേം ചെയ്യുന്നത്. ഇവിടെയൊക്കെ അത്യാവശ്യം സെല്ലേഴ്സ് ഉണ്ട് ഈ ഏരിയയിലും ഈ ക്യാൻഡിലും ഒക്കെ. ബട്ട് അത്രയും സെല്ലേഴ്സിനുള്ള ഒരു മൂവ്മെന്റ് മാർക്കറ്റിൽ നടക്കുന്നില്ല ഇപ്പൊ. ഡേ ലോ ബ്രേക്ക് ആയില്ലേ, പുട്ട് ഓപ്ഷൻ ഇല്ല. അങ്ങനെ ജസ്റ്റ് ഡേ ലോ ബ്രേക്ക് അത് ബേസ് ചെയ്തിട്ടല്ല. ഹൈ ലോ എടുത്തു കഴിഞ്ഞാൽ ആ ട്രെൻഡ് പിടിക്കുക, അത് ബേസ് ചെയ്തല്ല നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് പ്രൈസ് ഇതിന്റെ താഴെ തന്നെയാണ് നിൽക്കുക, ഈ ഒരു ഏരിയയുടെ താഴെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്ലാൻ നമുക്ക് നോക്കാം. ട്രേഡ് ആയിട്ടില്ല, നമ്മുടെ പ്ലാൻ ഫിക്സ് ആയില്ല. ഇതിന് നിയമമല്ല, ഇതിന്റെ താഴെ പ്രൈസ് നിൽക്കുവാണെങ്കിൽ നമുക്ക് ഒരെണ്ണം പ്ലാൻ ചെയ്യാം. സ്കാൽപ്പിംഗ് എൻട്രി സെറ്റപ്പ് ആയിട്ടില്ല, അതിനോടൊന്നും ആയിട്ടില്ല. വ്യൂ പ്രോപ്പർ ആയിട്ട് കിട്ടട്ടെ, എന്നിട്ട് ആദ്യം എങ്ങോട്ടാണ് മാർക്കറ്റ് പോകാൻ ചാൻസ് ഉള്ള ഒരു വ്യൂ വേണം. അത് കൺഫേം ആയിട്ട് മാത്രം എൻട്രിയെ പറ്റി നോക്കിയാൽ മതി. ഫോറക്സ് ട്രേഡ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഫോറക്സ് ന്യൂയോർക്ക് സെഷനിലാണ് ചെയ്യുന്നത്. ഫോറക്സിൽ ഫ്യൂച്ചർ സി സൈഡിൽ ഇല്ല. എന്റെ ഒരു പ്രോപ്പർ പ്ലാൻ ആയിട്ടില്ല. ഇതെല്ലാം വ്യൂ ആവാൻ പറഞ്ഞത്. പ്രൈസ് ഈ ഒരു ലെവലിന്റെ താഴോട്ട് നിൽക്കുവാണെങ്കിൽ ചില സെല്ല് പ്ലാൻ ചെയ്യും. എനിക്കിപ്പോഴും പ്രോപ്പർ പ്ലാൻ ആയിട്ടില്ല. നമുക്ക് പ്ലാൻ ഞാൻ പറയാം. സെല്ലായിരിക്കും നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓൾമോസ്റ്റ് അത് കൺഫേം ആണ്. നമ്മൾ ഇനി കാണേണ്ട സാധനം ഇതോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെയോ ഇതുപോലൊരു സാധനം കിട്ടുവാണെങ്കിൽ നമ്മൾ അവിടെ ഒരു ട്രാപ്പ് കാണുകയാണെങ്കിൽ നമ്മൾ അവിടെ എടുക്കും എൻട്രി. ലെവൽ നോട്ട് ക്ലിയർ ആവും. അതായത് വ്യൂ ആണ്. നമ്മൾ എവിടെ നിന്ന് എൻട്രി എടുക്കുന്നല്ല ഞാൻ പറഞ്ഞാൽ, വ്യൂ സെല്ലാണ് നമ്മൾ നോക്കുന്നത്. ഇനി അടുത്ത എൻട്രി കൺഫർമേഷൻസ് കിട്ടണം, ലെവൽ കൺഫേം ആവണമെങ്കിൽ. ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് മ്യൂസിക് എല്ലാവരും ഇത് പറയും. ഇപ്പം നമ്മൾ കുറച്ചു നേരം ചിലപ്പോൾ നമുക്ക് സംസാരിക്കാനൊന്നുമില്ലെങ്കിൽ ചുമ്മാ ഇരിക്കില്ല. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് സെറ്റ് ചെയ്യണോ, ലൈറ്റ് ആയിട്ടുള്ള ട്യൂൺസ്. ചിലപ്പോഴും വന്നിട്ട് വോയിസ് ഇല്ല, കേൾക്കുന്നില്ല എന്ന് പറയും. വോയിസ് ചിലപ്പോൾ സംസാരിക്കാതിരിക്കുന്നതായിരിക്കാം. പെട്ടെന്ന് ആരെങ്കിലും കയറുന്നവർക്കും മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ നല്ലതായിരിക്കും. നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയും. നിഫ്റ്റി വെയിറ്റേജുള്ള സ്റ്റോക്സിനെ ട്രെൻഡ് വെച്ച് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ട്. ഞാനത് ചെയ്തിട്ടില്ല, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. സെറ്റപ്പ് അതല്ല. മ്യൂസിക് വേണ്ട ബ്രോ. ബാങ്ക് നിഫ്റ്റിയിലും ഞാൻ ഈ പറഞ്ഞ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു രീതിക്കൊക്കെ കിട്ടുമോ നമുക്ക്? വേറെ വോയിസ് കേൾക്കുമ്പോൾ മാത്രം ലൈവ്. വേറെ വർക്കിന്റെ ഇടയിലാണോ ട്രേഡ് എടുക്കുന്നത്? മീൻസ് അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? വർക്ക് സൈഡിൽ കൂടെ മാനേജ് ചെയ്യാൻ പറ്റും രണ്ടും? ഓഡിയോ കേൾക്കുന്നില്ലേ? ഓക്കെ, എല്ലാവരും ഇങ്ങനെയാണ് വർക്ക് പ്ലസ് ട്രേഡിങ്. ഇത് നിങ്ങൾ വർക്ക് ഫ്രം ഹോം ആണോ അതോ ഓഫീസിൽ ഇത് അലൗഡ് ആണോ? ഇങ്ങനെ ഓഫീസിലാണ്. ഓക്കെ. ഫീൽഡ് ഓൺ ടൈം ഫുൾ ടൈം ട്രേഡേഴ്സ് എത്ര പേരുണ്ട്? വേറെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ട്രേഡിംഗ് ആണ് അസല്. ട്രേഡിംഗ് മാത്രം. വേറെ സ്കില്ലിംഗ് ആണ്, ഓഫീസ് വർക്ക്. ക്യാപിറ്റൽ ഉണ്ടാക്കാൻ അടയ്ക്കാനും പണിക്കും. ക്യാപിറ്റൽ സെറ്റ് ആയി കഴിഞ്ഞാൽ ചെയ്യും. 2 lakhs ഉണ്ടെങ്കിൽ ഫുൾ ടൈം ട്രേഡർ ആവാൻ പറ്റും. ഒരു 5 or 10 ആയിരിക്കും ബ്രോ ബെറ്റർ ഓപ്ഷൻ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? വോയിസ് എന്തൊരു ഇഷ്യൂ ഉണ്ടോ?
വോയിസ് ക്ലിയർ ആണ്. എമർജൻസി ഫണ്ട് എത്ര മന്ത് മിനിമം മനസ്സിലായില്ല ബ്രോ. എമർജൻസി ഫണ്ട് എത്ര മന്ത് മിനിമം എടുക്കണം? എമർജൻസി ഫണ്ട് മിനിമം എത്ര മാസം വരെ മാറ്റി വയ്ക്കണം? ഇത് ഫുൾ ടൈം ഓക്കെ, ഫുൾ ടൈം ട്രേഡിംഗ് തുടങ്ങിയാലോ? ഒരു മിനിമം ആണ്. ഇപ്പൊ ട്രേഡിംഗ് തുടങ്ങിയ ആളാണെങ്കിൽ മിനിമം 1 ഇയർ നോക്കുക. ഓരോ മന്തും ഡിഫറെന്റ് ആണ്. അപ്പം ഈ മന്ത് ഫോർ എക്സാമ്പിൾ ഡിസംബർ പോലെ അല്ല, നെക്സ്റ്റ് ബഡ്ജറ്റ് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഇവന്റ്സ് നടക്കും. അപ്പൊ ഇതിലെല്ലാം മാർക്കറ്റിന്റെ ക്യാരക്ടേഴ്സിൽ ചേഞ്ചസ് വരും. ഓർഡർ ഫ്ലോ അനലൈസ് ചെയ്ത് ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? യൂസ് ചെയ്ത് ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യുന്നതൊക്കെ. ഗ്യാപ്പ് ഉള്ളപ്പം ക്യാൻസിക്കിൽ ആ ഗ്യാപ്പ് കാണാൻ പറ്റില്ല, അല്ലാണ്ട് ഇതിൽ ഗ്യാപ്സ് കാണാൻ പറ്റും. ഇത് ഇങ്ങനെ ഇരിക്കും, ഇത് കണ്ടോ, ഇത് ഗ്യാപ്പാണ്. അപ്പൊ ഈ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇത് പെട്ടെന്ന് ഇത് ഫില്ലാവാൻ പെട്ടെന്ന് ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഇത് ഫില്ലാവാനുള്ള ചാൻസ് ഹൈ ആണ്. ഒരു 70% ടൈമും അത് അന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഗ്യാപ്പ് ഫില്ലാവും. അപ്പം ഇത് വെച്ചിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് ഒരു നെക്സ്റ്റ് ഈ ഏരിയയിലോട്ട് സ്കാൽപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഗ്യാപ്പ്. ഇത് ട്രേഡിംഗ് വ്യൂല് ഗ്യാപ്പ് കാണാൻ പറ്റില്ല. ആവുമ്പോഴല്ലേ ഗ്യാപ്പ്, അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് ബൾക്ക് ആയിട്ടുള്ള ഓർഡേഴ്സ് പ്രിന്റ് ആകുമ്പോഴത്തേക്കും ഗ്യാപ്സ് വരും. ഹൈ മൊമെന്റം ബൾക്ക് ഓർഡേഴ്സ്. കാർത്തിക പഠിപ്പിക്കുന്നത്. കാർത്തിക നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കാർത്തിക ക്ലാസ് മാനേജ് ചെയ്യാൻ പാടാണ്. സപ്പോർട്ട് അതുപോലെ പ്രൊവൈഡ് ചെയ്യണ്ടേ. പിന്നെ ഇപ്പൊ ഞങ്ങള് ഫണ്ട് മാനേജ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം മെയിൻസ് അതാണ്, മെയിൻ പരിപാടി അതാണ്. അതിന്റെ ഇടയ്ക്ക് ഇനി കോഴ്സും കൂടെ രാവിലെ നമ്മൾ ഇത് ഇരിക്കും, ഇത് കഴിഞ്ഞ് നൈറ്റ് പുറത്തിരിക്കും. അതിനായി ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ആകെ വീക്കെൻഡ്സ് എല്ലാം ഉണ്ട്. വീക്കെൻഡ്സ് പിന്നെ നമ്മള് എന്തെങ്കിലും പരിപാടി ആയിരിക്കും. US മാർക്കറ്റ് 1 മണി 2 മണിവരെയൊക്കെ ചില ദിവസമൊക്കെ. മറ്റുള്ളവരൊക്കെ ട്രേഡിംഗ് നിർത്തി കോഴ്സ് സെല്ലിംഗ് ആണ്, നിങ്ങൾ തിരിച്ചാണ്. അത് നല്ലൊരു ബിസിനസ് ആണ്, ബട്ട് അത് ചെയ്യാതെ നിന്നാൽ നമുക്ക് ഫണ്ട് മാനേജ്മെന്റ് അങ്ങനെയുള്ള പ്രോഗ്രാംസ് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു 100 പേര് ഒരു മന്ത് ഒരു ബാച്ചിലുണ്ടെന്ന് വെച്ചു. ഒരു ആവറേജ് റേറ്റ് ഒരു 25,000 to 30,000. ഒരു 30,000 ഒക്കെ വാങ്ങിച്ചാൽ തന്നെ 30 lakh ആ ഒരു റേറ്റിൽ. പക്ഷെ ഇപ്പം കുറച്ചുകൂടി ഒക്കെ ഫീസ് കുറവാണെന്ന് തോന്നുന്നു. എത്ര ഫണ്ട് മാനേജ് ചെയ്യുന്നുണ്ടെന്നോ ടോട്ടൽ ക്യാപിറ്റൽ ആണോ? അത്യാവശ്യം ഉണ്ട്. എബോ 1 CR. ക്ലാസ് എടുക്കാൻ പറ്റില്ല. സ്കാൽപ്പിംഗ് അല്ല, നമുക്ക് മിക്കവാറും മെയിൻ എൻട്രി നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് പിടിക്കാം. നമ്മുടെ വ്യൂ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എല്ലാം അപ്പോഴാണ് മാർക്കറ്റിൽ ഇങ്ങനൊരു സാധനം നെക്സ്റ്റ് സംഭവിക്കുന്ന. അത് നമുക്ക് പിടിക്കാം. നെക്സ്റ്റ് ഇങ്ങനെ ഒരു മൂവ്മെന്റ്, ഈ ഒരു പുഷ് ഒന്ന് എക്സോസ്റ്റ് ആവണം, എക്സോസ്റ്റ് നടക്കണം മാർക്കറ്റിൽ. ഞാൻ ട്രിവാൻഡ്രം കാർത്തികയും ട്രിവാൻഡ്രം വട്ടിയൂർക്കാവും. ബ്രോ എവിടെ സ്ഥലം? ആണ് ഞാൻ വർക്ക് ചെയ്യുന്നത് US. ഓക്കെ. ടി വി ഉണ്ടോ? ബ്രോ എവിടെ? ടി വി എവിടെയാണ്? ഈ ബ്രേക്ക് ആവുന്നത് വരെ ഞാൻ ഈ പറഞ്ഞ പ്ലാൻ നോക്കാം കേട്ടോ. മണക്കാട്. ഓക്കെ. വീട്ടിലാണോ വോയിസ്? എറണാകുളത്തല്ല. എറണാകുളത്ത് ഇന്നൊരു മന്തിക്കുള്ള ട്രേഡ് പിടിക്കാൻ പറ്റും. എടാ മന്തിയല്ല, മണക്കാട് സ്ഥലത്തിന്റെ പേര്. പാലക്കാട് ആരെങ്കിലും ഉണ്ടോ? പാലക്കാട് മൂവാറ്റുപുഴ. നിയർ ബിസിനസ് ആണ്. യെസ്. നോർമലി നമുക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു 3-4 എങ്കിലും കിട്ടും. ഡിസംബർ നെക്സ്റ്റ് ഒരു 15th വരെ മിക്കവാറും ഇങ്ങനെ തന്നെ ആയിരിക്കും. 2-3 ദിവസം ഈ ഒരു വീക്ക് ആവുന്നത് മാർക്കറ്റ്. ഇന്ന് ചാൻസ് ഉണ്ട് കിട്ടാൻ. ഡിസംബറും ജാനുവരി ആദ്യത്തെ 2 വീക്കും ഇങ്ങനെ ആയിരിക്കും. നമ്മള് ലാസ്റ്റ് അതെല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. നമ്മള് P&L നോക്കിയറിയാം. ഡിസംബറിൽ ട്രേഡ് കുറവാണ്. കഴിഞ്ഞ ജാനും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഡിപ്പെൻസ് ആണ് ബ്രോ, ഓരോ ട്രേഡിംഗ് സെറ്റപ്പ് വെച്ചിട്ടാണ്. A+ സെറ്റപ്പ് ഒക്കെ ആണെങ്കിൽ ഞാൻ 2% റിസ്ക് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പം കറന്റ്ലി ഇപ്പൊ നിഫ്റ്റിയിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് കുറവാണെങ്കിൽ ഒരു 250 to 300 റേഞ്ചിനകത്തായിരിക്കും എടുക്കുന്നത്. ഫണ്ട് മാനേജിങ് ആക്ച്വലി എന്താ, ഞാൻ ഫണ്ട് മാനേജ് ചെയ്യുമ്പോൾ മന്ത്ലി പെർസെന്റേജ് ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺസ് കൊടുക്കും. ഫണ്ട് കളക്ട് ചെയ്തിട്ട് അതിനെ ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ക്ലയൻസിന്റെ ഫണ്ടിലാണ് ഞാൻ ചെയ്യുന്നത്. മീൻസ് അതും ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ മാർക്ക് ഒരു ഇത്ര പെർസെന്റേജ് മന്ത്ലി റിട്ടേൺസ് കൊടുക്കും.
അവരുടെ ക്യാപിറ്റലാണ് ഞാൻ പിന്നെ കുറച്ച് അത്യാവശ്യം വലിയ അക്കൗണ്ട്സ് ആണെങ്കിൽ ഞാനത് മാനേജ്മെന്റിന് ചെയ്യും. ഒരു 25 ലാക്ക് ഒക്കെ ഉള്ളു. എസ് എൽ ആണെങ്കിൽ നമ്മൾ കൊടുക്കണം. അതാണ് ഇത്രയും കിട്ടും. അത് കോമ്പൻസേറ്റ് ആയിക്കോളും. ഒരു ഇയർലി ബേസിലൊക്കെ നോക്കുമ്പോൾ അത് കോമ്പൻസേറ്റ് ആയിക്കോളും. അത്യാവശ്യം ഉണ്ട്. ഞാൻ 5 ലാക്ക് തൊട്ട് എടുക്കുന്നു. അപ്പം ബെസ്റ്റ് ബുക്ക് ഫോർ സജസ്റ്റ് ട്രേഡിംഗ് സൈക്കോളജി ആൻഡ് മൈൻഡ് സെറ്റ്, സൈക്കോളജി ഓഫ് മണി ഇരിപ്പുണ്ടായിരുന്നു. നല്ലൊരു ബുക്കാണ്. ഞാൻ പിന്നെ ഭയങ്കരമായിട്ട് അധികം ബുക്സ് അങ്ങനെ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നു. കുറെ ബിസിനസ് പോഡ്കാസ്റ്റ് ഒക്കെ ഉണ്ട്. അവരുടെ ഒരു വ്യൂ അവർ നോക്കി കാണുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. എനിക്ക് അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നു. കാണാൻ ഓക്കെയാണ്. അപ്പൊ ആർക്കാ എന്ത് ഇഷ്യൂ ഉണ്ടെന്നുള്ളത് കാണും. വോയിസ് ഓക്കെയാണ്. ആപ്പിൾ ട്രേഡിംഗ് ഇൻ ദ സൗണ്ട് അതും നല്ല ബുക്കാണ്. എൻ്റെ കുറെ ട്രേഡിംഗ് റിലേറ്റഡ് ബുക്സിന്റെ സോഫ്റ്റ് കോപ്പി ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ ഞാൻ ഇത് ഡിസ്കൗണ്ടിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഓർഡർ ഫ്ലോ ബേസ് ചെയ്തിട്ടുള്ള സെറ്റപ്സ് യൂസ് ചെയ്യുന്നത്. പോയിന്റ് ഡിപ്പെൻസ് അപ്പോൺ സ്ട്രക്ചർ ആണ് ഉപയോഗിക്കുന്നത്. നോർമലി ഒരു 10 to 12 പോയിന്റ്സ് ഒക്കെയാണ് ചില സമയത്ത് വരാം. താഴേക്ക് പോകുന്നത് നമുക്ക് ആയിട്ടില്ല. നമുക്ക് ഈ ഒരു എക്സോഷൻ വരാം. ഫിക്സഡ് അസറ്റ് അല്ല നമ്മൾ വെക്കുന്നത്. നമുക്ക് ഇപ്പം ആ ഒരു ഏരിയ ബാങ്കിലേക്ക് വരാം പറയാമല്ലോ. സെല്ലാണ് പ്ലാൻ ചെയ്യുന്നത്. എൻട്രി വ്യൂ സെല്ലാണ്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും വ്യൂ സെല്ല് തന്നെയാണ്. വ്യൂ സെല്ലാണ്. വോയിസ് ഞാൻ ഒന്നും സംസാരിച്ചില്ല. ഇപ്പൊ നമുക്ക് ഒരു ഹാഫ് ആൻ അവർ കൂടെ ഇല്ലേ ഈ ഏരിയയിൽ വന്നു. ഈ ഒരു ക്യാൻഡിലും കൂടെ നോക്കട്ടെ. ഇങ്ങനെ ക്ലോസ് ചെയ്യുവാണെങ്കിൽ മോളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എടുക്കില്ലല്ലോ. ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ ഓർഡേഴ്സ് വരും. ഇന്ന് പ്ലാൻ ക്യാൻസൽ ആണ്. നമ്മള് 3 മണി കഴിഞ്ഞ് ഞാനിപ്പോ ഇന്നത്തത് റിവൈൻഡ് ചെയ്യുവാണെങ്കിൽ രാവിലെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സെല്ല് ഉണ്ടായിരുന്നു. അത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു ഏരിയ ആണ് സെല്ല് ഓർഡേഴ്സ് ഒരുപാട് വന്നതും ഈ ഒരു ഏരിയ ബ്രേക്ക് ആവാനാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. വൺസ് ഇത് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ വ്യൂസ് എല്ലായിരിക്കും നോക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. ഇൻ കേസ് ഇത് ബ്രേക്ക് ആയി പോയാൽ ബൈ. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് പ്രൈസ് ആ ഡയറക്ഷൻ അത് പിടിച്ചുപോയി. പക്ഷെ നമുക്ക് ഇവിടെ ഒന്നും എൻട്രി ക്രൈറ്റീരിയാസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ കയറാൻ വേണ്ടിയിട്ട്. സോ ബേസ് ചെയ്ത് നമുക്ക് ട്രേഡ്സ് ഒന്നും ഇല്ല. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിൽ ഇത്ര ഓർഡേഴ്സ് ഇല്ലായിരുന്നു. ബട്ട് നിഫ്റ്റിയിൽ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് എടുക്കാത്തത്. ഇത് ഈ ഒരു ഏരിയ വന്നിരുന്നെങ്കിൽ നമ്മൾ ഇവിടുന്ന് സെല്ല് നോക്കിയേനെ. ബട്ട് 3 മണിയായിട്ടും അവിടെ വന്നിട്ടില്ല. താങ്ക് യു. അതെ, നമുക്ക് ഈ ഒരു വീക്കും കൂടെ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. ബട്ട് എന്നാലും ഈ വീക്ക് തന്നെ കിട്ടാണ്ടിരിക്കില്ല. ഇത് നമ്മൾ എക്സ്പെക്ടഡ് ആയിരുന്നു. ബട്ട് ഈ വീക്ക് തൊട്ട് കിട്ടി തുടങ്ങി. ഇന്ന് നമുക്കൊരു പ്രോപ്പർ എൻട്രി ക്രൈറ്റീരിയ മീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്നാൽ ഞാൻ ഇന്നത്തേക്ക് നിർത്താം. നാളെ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നാളെ കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും. ശരി.